പ്രധാനപ്പെട്ട വാർത്ത. ആമേഴഞ്ചാൻ അപകടത്തിൽ റെയിൽവേയുടെ വീഴ്ച വെളിവാക്കുന്ന തെളിവ് പുറത്ത്. തോട് വൃത്തിയാക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് റെയിൽവേ അവഗണിച്ചു. മെയ് 29-നാണ് റെയിൽവേ ടണലിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ അത് നീക്കം ചെയ്യാൻ റെയിൽവേയുടെ കളക്ടർ ഉത്തരവിട്ടത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ജോയിയുടെ മരണം, അദ്ദേഹത്തിന്റെ വിയോഗം, ആ അപകടം, ആ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് കേരളം മുക്തരായിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വലിയ വീഴ്ചയുടെ വാർത്ത വിനോദ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെയെങ്കിലും ഓർത്തു പോകുന്നു, ഈ വീഴ്ച റെയിൽവേ വരുത്തിയില്ലായിരുന്നുവെങ്കിൽ ജോയി ഇപ്പോഴും ഉണ്ടാകുമായിരുന്നു എന്ന്. എൽദോ, പതിറ്റാണ്ടുകളായുള്ള മാലിന്യമാണ് ടണലിനുള്ളിൽ കിടക്കുന്നത്. അവിടെ കാര്യമായ ശുചീകരണ പ്രവൃത്തികൾ നടന്നിട്ടില്ല എന്നത് വ്യക്തവുമാണ്. തിരുവനന്തപുരം നഗരസഭയും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും നൽകിയ കത്തുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ജില്ലാ കളക്ടർ തന്നെ മെയിൽ നൽകിയ കത്താണ്. അത് ശുചീകരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയിട്ടുള്ള കത്താണ്. മെയ് 29-നാണ് ഇങ്ങനെ ഒരു ഉത്തരവ് നൽകിയത്. പക്ഷേ അതുപോലും കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. ജനുവരിയിൽ കോർപ്പറേഷൻ കത്ത് നൽകുന്നു, ഏപ്രിൽ 13-ന് വീണ്ടും കത്ത് നൽകുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷ് പറഞ്ഞത് ഇത് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകുമെന്ന് കാട്ടി തന്റെ നിർദ്ദേശപ്രകാരമാണ് ഏറ്റവും ഒടുവിലത്തെ കത്ത് നൽകുന്നത്. അതിൽ പിഴ ചുമത്തുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഈ നടപടികളെല്ലാം ഉണ്ടായ ശേഷമാണ് ഏറ്റവും ഒടുവിൽ 3 തൊഴിലാളികളെ ഉപയോഗിച്ച് മൺവെട്ടി കൊണ്ട് ആ ടണലിന്റെ മുന്നിലെ മാലിന്യം നീക്കുന്നതിന് റെയിൽവേ ഒരു പ്രഹസനം നടത്തിയത്. അത് ആളുകളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് എന്നത് വ്യക്തമാണ്. കാരണം ഈ അപകടം നടന്ന ശേഷം അവിടെ JCB കൊണ്ടുവരികയും JCBയുടെ സഹായത്തോടെ വല കെട്ടി ടൺ കണക്കിന് മാലിന്യമാണ് ഈ തൊഴിലാളികൾ ശുചിയാക്കാൻ നിന്ന സ്ഥലത്ത് നിന്ന് മാത്രം മാറ്റിയത്. അതായത് ടണലിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഈ തുറന്ന സ്ഥലത്ത് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന സ്ഥലത്ത് സ്ലാബുകളോ മറ്റ് നിർമ്മിതിയോ ഇല്ലാതെ തുറന്നു കിടക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ടൺ കണക്കിന് മാലിന്യം മാറ്റിയത്. അവിടെ നിന്ന് മാലിന്യം മാറ്റുന്നതിനാണ് 3 സാധാരണ ആളുകളെ 3 മനുഷ്യരെ അവിടെ മൺവെട്ടിയും നൽകി റെയിൽവേ കരാർ നൽകി ആ മാലിന്യം നീക്കുന്നതിനുള്ള നടപടികളുമായി പോയത്. അതായത് വരുത്തി തീർക്കുക എന്നതായിരുന്നു. അവിടെ ഈ ശുചീകരണ പ്രവൃത്തികൾ നടന്നു എന്നത് വരുത്തി തീർക്കുക എന്ന ഒരു പ്രഹസനം, അതിനുവേണ്ടി മാത്രമുള്ള നടപടിയായിരുന്നു എന്നത് വ്യക്തമാണ്. പക്ഷേ അപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത് റെയിൽവേയുടെ ടണൽ അതൊരു വലിയ ഘടകമാണ്. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിനുൾപ്പെടെ ഒരു പ്രധാന കാരണമായി വിലയിരുത്തുന്നത് ഈ ടണലിൽ കുന്നുകൂടി കിടക്കുന്ന എത്രയോ കാലമായി ഉറച്ചുപോയ മാലിന്യമുണ്ട്. ഈ മാലിന്യമാണ് വെള്ളമൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അരമണിക്കൂർ ശക്തമായ മഴ പെയ്താൽ പോലും തിരുവനന്തപുരം നഗരം വെള്ളത്തിലാകുന്നത്, ബസ് സ്റ്റാൻഡും പരിസരവും വെള്ളത്തിലാകുന്നത്. ഈ ടണൽ അതിനോട് ചേർന്നാണ്. ഈ ടണലിലൂടെ വേണം വേളിക്കായലിലേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ. അത് സാധ്യമല്ല. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ നിന്ന് കോർപ്പറേഷനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ 117 മീറ്റർ മാത്രമല്ല, ഏതാണ്ട് 12 കിലോമീറ്റർ നീളുന്ന തോടാണ്. ഈ തോട്ടിന്റെ പല ഭാഗങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നുണ്ട്. അതിനെതിരെയുള്ള നടപടിയില്ല. മാത്രമല്ല 13 പ്രത്യേകം ഈ തടയണ പോലെ നിർമ്മിച്ച് ഇരുമ്പ് ഗ്രില്ലുകൾ സ്ഥാപിച്ച് അവിടെ വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, മറ്റ് ജൈവ വസ്തുക്കളും അജൈവ മാലിന്യങ്ങളുമെല്ലാം തടഞ്ഞു നിർത്തുന്നതിനുള്ള നടപടി സ്വീകരിച്ചുവെന്ന് മേയർ പറയുമ്പോൾ അതിന്റെ നീക്കം, അങ്ങനെ അടിഞ്ഞുകൂടുന്നവ കൃത്യമായി നീക്കുന്നുവെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പാടശേഖരം പോലെയാണ് പ്ലാസ്റ്റിക് ഇങ്ങനെ ആമേഴഞ്ചാൻ തോടിന്റെ വിശാലമായ പല മേഖലകളിലും അടിഞ്ഞു കിടക്കുന്നത്. അത് കൃത്യമായി നീക്കം ചെയ്യുന്നുണ്ട് എന്ന വാദം പൂർണ്ണമായും ശരിയല്ല എന്നതും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ആ നിലയ്ക്ക് റെയിൽവേയും നഗരസഭയും ഒക്കെയും കൃത്യമായി ഇടപെടൽ നടത്തി മാലിന്യ നീക്കം നടത്തേണ്ടതുണ്ട് എന്നത് കൃത്യമായ കാര്യമാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അമിക്കസ് ക്യൂറിയെ നിയമിച്ച് ഹൈക്കോടതി ഉത്തരവുണ്ടായത്. ഇതിൽ കൃത്യമായും വീഴ്ചകൾ പരിശോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്നുള്ള പിശകുകളുണ്ട്. അതിൽ പ്രധാനം ഈ വെള്ളക്കെട്ടിന്, നഗരസഭയിലെ വെള്ളക്കെട്ടിന്റെ അല്ലെങ്കിൽ നഗരത്തിലെ വെള്ളക്കെട്ടിന്റെ ഒന്നാമത്തെ കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ടണലിലെ മാലിന്യം തന്നെയാണ്. റെയിൽവേക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. തിരുവനന്തപുരം സെൻട്രലിൽ മാത്രമല്ല, വേളൂർ റെയിൽവേ സ്റ്റേഷനിലും
മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. അവിടെ ഈ പ്ലാറ്റ്ഫോമിനോടൊക്കെ ചേർന്ന സ്ഥലത്ത് തന്നെയാണ് പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും റെയിൽവേ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. അത് നീക്കം ചെയ്യുന്നതിനോ അത് കരാർ നൽകി ആ മാലിന്യം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മാറ്റുന്നതിനോ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അവ്യക്തമായ മറുപടികളാണ് റെയിൽവേ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ നൽകുന്നത്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തുന്നുവെന്ന് പറയാതിരിക്കാനും വയ്യ. കൃത്യമായ മറുപടികൾ ചോദ്യങ്ങൾക്ക് റെയിൽവേ ഉദ്യോഗസ്ഥർ നൽകുന്നുമില്ല എന്നതും വ്യക്തമാണ്. ഈ വേളയിലെ ദൃശ്യങ്ങളടക്കം കോടതിയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ടണലിലെ ഇത് മാത്രമല്ല, ടണലിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നതിനും അത് നൽകുന്നതിനുമൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വേളയിൽ അങ്ങനെയല്ല. അവിടെ ഈ ട്രെയിനിൽ നിന്ന് ആളുകൾ വന്നിറങ്ങുന്നവർ അവർ ഉപയോഗിച്ച് കളയുന്ന കുപ്പികൾ ഉൾപ്പെടെ, വെള്ളത്തിന്റെ കുപ്പികൾ ഉൾപ്പെടെ വലിയ തോതിൽ അവിടെ അടിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ ദൃശ്യങ്ങളും കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യ വിഷയം അതിന് മേൽ കോടതിയുടെ ഒരു നിരീക്ഷണം വന്നതുപോലെ തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നത്തിനും ഒരു കോടതി മേൽനോട്ടം, കോടതി നിരീക്ഷണം അത് അനിവാര്യമാണ്. അതാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായിരുന്നാലും കോടതി നടപടികൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തോ വിനോദ്, ഈ ഇത്തരത്തിലൊരു കളക്ടറുടെ ഒരു നിർദ്ദേശം, ഉത്തരവ് ഉണ്ടായിരിക്കെ റെയിൽവേ അത് നടപ്പാക്കാൻ അലംഭാവം കാട്ടിയെങ്കിൽ അത് ഗുരുതരമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അത് വലിയ തോതിൽ വിശദീകരണം തേടേണ്ടതല്ലേ? അല്ലെങ്കിൽ അതിൽ നടപടി കൃത്യമായി ഉണ്ടാകേണ്ടതല്ലേ? എങ്ങനെയായിരിക്കും ഇത്തരമൊരു വീഴ്ചയെ മറയ്ക്കാനുള്ള ശ്രമം നടത്തുക ഇനി? പൂർണ്ണമായും ഇന്നലെയൊക്കെ നമ്മൾ കണ്ടു, പലപ്പോഴും റെയിൽവേക്കെതിരെ ആണ് സർക്കാരും മേയറും ഒക്കെ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയത്. അവിടെ അതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുമപ്പുറത്തേക്ക് ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ള തെളിവ് പ്രകടമായിട്ടാണ് നമ്മൾക്കിപ്പോൾ ആ ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു നിർദ്ദേശം നൽകുക, അത് നടപ്പാക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് മുഖം തിരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് റെയിൽവേക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുക? എന്തോ ഇക്കാര്യത്തിൽ റെയിൽവേക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം ഈ മാലിന്യത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ, ടണലിലെ മാലിന്യത്തിന്റെ അവസ്ഥ ഈ അമിക്കസ് ക്യൂറി ഏതെങ്കിലും ഒരു സാങ്കേതിക സംവിധാനത്തെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിദഗ്ധ സംഘത്തെ ഉപയോഗിച്ച് ഇപ്പോൾ ഈ ടണലിലെ മാലിന്യത്തിന്റെ അവസ്ഥ എന്ത് എന്ന് പരിശോധിച്ചാൽ തന്നെ റെയിൽവേ കുടുങ്ങുമെന്നത് ഉറപ്പാണ്. കാരണം എത്രയോ പതിറ്റാണ്ടുകളായി ഇതിനുള്ളിൽ കടന്നുകൂടിയ മാലിന്യങ്ങൾ അത് പല സ്ഥലത്തും ഉറച്ചുപോയി ബെഡ് പോലെ മാലിന്യം വലിയൊരു ബെഡ് പോലെ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അതിനുള്ളിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ഏതാണ്ട് ഇനിയും 40 മീറ്ററിലധികം അതിനുള്ളിൽ സഞ്ചരിക്കാൻ പറ്റാത്ത നിലയിലാണ്. കാരണം NDRF-ഉം അഗ്നിശമന സേനാംഗങ്ങളും ഒക്കെയും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അതിന് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. അവിടേക്കാണ് നേവിയുടെ ഉദ്യോഗസ്ഥർ, 6 അംഗ നേവിയുടെ സംഘം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. ഈ NDRF-ഉം അഗ്നിശമന സേനയും തോറ്റു പിന്മാറിയ സ്ഥലത്താണ്. തോറ്റു പിന്മാറുക എന്നൊരു വാക്ക് നമ്മൾ പ്രയോഗിക്കുന്നത് ശരിയല്ല എന്നുകൂടി തോന്നുന്നു. കാരണം അവർ അവരുടെ പരമാവധി പരിശ്രമം നടത്തി. റെയിൽവേയുടെ പിടിപ്പുകേട് കാരണം ഇതിനുള്ളിൽ മനുഷ്യന് അത് എത്ര ശ്രമിച്ചാലും അതിനുള്ളിലേക്ക് കയറാൻ പറ്റാത്ത തരത്തിലേക്ക് അവിടെ മാലിന്യം അടിഞ്ഞുകൂടുകയും ആളുകൾക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് അതിനുള്ളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഏതായിരുന്നാലും ഈ നേവിയുടെ ഉദ്യോഗസ്ഥർ വന്നാൽ ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യം, നമ്മൾ ആലോചിക്കേണ്ടത് തിരുവനന്തപുരത്തെ ഒരു ടണലിലെ ഒരു ഒഴുകി പോകുന്ന ആമഴഞ്ചാൻ ഒരു തോട്ടിലെ മാലിന്യത്തിൽ തിരച്ചിൽ നടത്തുന്നതിന് ഇന്ത്യൻ സൈന്യം വരേണ്ടി വരുന്നു എന്ന ഏറ്റവും ഒരു ഗുരുതരമായ സ്ഥിതി. ഇവിടെയുള്ള സംവിധാനങ്ങൾക്ക് അതിനുള്ളിൽ കയറാൻ പോലും കഴിയാത്ത വിധം മാലിന്യം നിറഞ്ഞിരിക്കുന്നു. അവിടേക്ക് സൈന്യം വരേണ്ടി വരുന്നു. ഒരു വലിയൊരു ഓടയ്ക്കുള്ളിൽ തിരച്ചിൽ നടത്താൻ സൈന്യം വരേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. കാരണം അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യാത്തതാണ് ഇതിന് കാരണം. വലിയ റിഫൈനറിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള തുരങ്കങ്ങളോ അങ്ങനെയുള്ള ഒരു സംവിധാനമല്ല. ഒരു വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് 5.5 അടി പൊക്കം വരെ വെള്ളം നിൽക്കുന്ന സ്ഥലമുണ്ട്. അതിലൂടെ നീന്തി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതിങ്ങനെ മാലിന്യം ഉറച്ചു പോകുന്നു. കിടക്കകൾ വരെ ഇതിനകത്തേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു, ആരിടുന്നു, ഈ കമ്പിവേലി കെട്ടിയതുകൊണ്ട് ഇതിന് പരിഹാരമായോ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും ഉറപ്പായും. അത് വിനോദ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ വെറുതെ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല റെയിൽവേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി